അമേരിക്കയെയും ഞെട്ടിച്ചുകൊണ്ട് നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് സാക്ഷാൽ ഇറാൻ. എത്ര തളർത്താൻ ശ്രമിച്ചാലും, എത്ര ബോംബുകൾ പൊട്ടിച്ച് ജൂതൻ തകർക്കാൻ ശ്രമിച്ചാലും പേർഷ്യൻ പോരാട്ട വീര്യത്തിന് ഒരു കുറവും സംഭവിക്കില്ല. ഇറാന്റെ നിലപാട് റഷ്യ ശക്തമായി പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങളെ അനീതിപൂർവവും ഏകപക്ഷീയവുമാണ് എന്ന് മോസ്കോ വിലയിരുത്തി. റഷ്യയുടെ പിന്തുണ ഇറാനെ കൂടുതൽ ധൈര്യവാനാക്കുകയും പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കിടയിൽ ആശങ്ക വളർത്തുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ ഇതിനോടകം പ്രതികരണം വ്യക്തമാണ്. ഇറാൻ വീണ്ടും അന്താരാഷ്ട്ര സമൂഹത്തിൽ പ്രതികൂല ശക്തിയായി തിരിച്ചെത്തുന്നതിന്റെ ഒരു ഞെട്ടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യൂറോപ്പിലെ ശക്തികൾക്ക് ഇറാന്റെ ഈ നീക്കം അവിടേക്കുള്ള സുരക്ഷാ തന്ത്രങ്ങളിൽ ആശങ്ക വളർത്തുന്നതാണ്. മധ്യപൂർവേഷ്യയിൽ ഇസ്രായേലിന്റെ നിലപാടുകൾക്കെതിരെ ഇറാൻ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ആരോപണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് പാശ്ചാത്യ ശക്തികൾ അന്താരാഷ്ട്ര തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ്. ഈ വെല്ലുവിളി പ്രാദേശിക രാഷ്ട്രീയത്തിലെ പോരാട്ട രേഖകൾ കൂടുതൽ വ്യക്തമാക്കുന്നു. ഇറാന്റെ തീരുമാനം പ്രാദേശിക സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. IAEA സഹകരണം നിർത്തിയത് ആണവ പരിപാടികളുടെ സുതാര്യത കുറയ്ക്കുകയും ഇറാന്റെ ഭാവി ആണവ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉയർത്തുകയും ചെയ്യും. അതേസമയം റഷ്യ ചൈന കൂട്ടുകെട്ട് ഇറാനെ പിന്തുണയ്ക്കുമ്പോൾ യൂറോപ്പ് അമേരിക്കൻ കൂട്ടുകെട്ട് ശക്തമായി പ്രതികരിക്കുമെന്ന് ഉറപ്പാണ്. ഇതിലൂടെ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ വിഭജന രേഖകൾ കൂടുതൽ ഗൗരവമേറിയ രീതിയിൽ തെളിഞ്ഞുവരും. ഇറാന്റെ കടുത്ത നിലപാട് ഒരു കാര്യത്തെ വ്യക്തമാക്കി പറയുന്നുണ്ട്. പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ഇരട്ടത്താപ്പ് നയങ്ങൾ ഇനി മൗനമായി സഹിക്കില്ല എന്ന സന്ദേശമാണത്. ഇത് യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒരുപക്ഷെ കഠിനമായ വെല്ലുവിളിയായി തീരുമെങ്കിലും മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടം പുനരാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇറാൻ ഇതിനകം തന്നെ ഷിയ രാഷ്ട്രീയത്തിന്റെ മുഖ്യ കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രമാണ്. ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖ്, സിറിയയിലെ ഷിയ മിലിഷ്യകൾ തുടങ്ങി പലർക്കും ഇറാൻ ആശ്രയം നൽകുന്നു. പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് വിരുദ്ധമായി ഇറാൻ ഒറ്റയ്ക്ക് നിന്നാൽ ഇവരുടെ പോരാട്ട മനോഭാവവും ശക്തിപ്പെടും. ഇതോടെ സൗദി അറേബ്യ, ഇസ്രായേൽ, അമേരിക്കൻ കൂട്ടുകെട്ടിനെതിരെ ഇറാൻ നയിക്കുന്ന പുതിയൊരു പ്രതിരോധ അച്ചുതണ്ട്, അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റന്റ്, കൂടുതൽ ശക്തമായിരിക്കും. ഇറാന്റെ പുതിയ നിലപാട് നേരിട്ട് ഇസ്രായേലിനെയാണ് വെല്ലുവിളിക്കുന്നത്. ഇസ്രായേൽ ഇതിനോടകം തന്നെ ഇറാന്റെ ആണവ പദ്ധതികളെ ജീവനുള്ള ഭീഷണി എന്നാണ് കാണുന്നത്. ഇറാൻ IAEA സഹകരണം നിർത്തിയാൽ ആണവായുധ വികസനം നടക്കുന്നുവെന്ന സംശയവും ശക്തമാകും. ഇത് ഇസ്രായേൽ സൈനിക നടപടികളിലേക്ക് പോലും നീങ്ങാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഗൾഫ് രാജ്യങ്ങൾക്കും ഈ വിഷയത്തിൽ ശക്തമായ ആശങ്കകളുണ്ട്. UAE, സൗദി അറേബ്യ, ബഹ്റിൻ പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ സ്വാധീനത്തെ ഭീഷണിയായിട്ടാണ് നോക്കിക്കാണുന്നത്. ഇറാന്റെ കടുത്ത പോരാട്ടം ഇവരെ അമേരിക്ക, യൂറോപ്പ്, ഇസ്രായേൽ കൂട്ടുകെട്ടിനോട് കൂടുതൽ അടുപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇറാൻ ഭയപ്പെടുത്തുന്ന ശക്തിയായി മാറുമ്പോൾ ചില രാജ്യങ്ങൾ പ്രത്യേകമായി ഇറാനോട് സംഭാഷണം തുടങ്ങാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണം, ചൈനയുടെ ഇടപെടലിൽ നടന്ന സൗദി ഇറാൻ സമീപനം പോലെയുള്ള പല മാറ്റങ്ങളും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മധ്യപൂർവേഷ്യയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ആഗോള ശക്തികളുടെ ഇടപെടൽ തന്നെയാണ്. അതായത് റഷ്യയും ചൈനയും ഇറാനെ പിന്തുണച്ചപ്പോൾ പശ്ചിമേഷ്യയിൽ പാശ്ചാത്യ റഷ്യൻ ചൈനീസ് മത്സരം കടുത്ത രീതിയിൽ പ്രത്യക്ഷപ്പെടും. ഇത് US-ന്റെ പ്രാദേശിക സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്താനും സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കാനും ഇടയാക്കിയേക്കാം. അടുത്തത് ഊർജ്ജ വിപണിയുടെ മൂലമുള്ള പ്രത്യാഘാതമാണ്. അതായത് ഇറാൻ വലിയൊരു എണ്ണവാതക സംഭരണ രാജ്യമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇറാനെതിരായ ഉപരോധങ്ങളും ഇറാന്റെ പ്രതികാരങ്ങളും ഗൾഫ് മേഖലയിൽ എണ്ണവിലയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നുണ്ട്. യൂറോപ്പും ഏഷ്യയും ഇറാന്റെ ഈ നീക്കങ്ങളിൽ നേരിട്ട് ബാധിക്കപ്പെടും. ജനങ്ങളുടെ വികാരവും രാഷ്ട്രീയ പ്രചോദനവുമാണ് അടുത്ത കാര്യം. ഇറാൻ പാശ്ചാത്യ ഇരട്ടത്താപ്പിനെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന ശക്തി എന്ന നിലയിൽ മതരാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാം. പല അറബ് മുസ്ലിം സമൂഹങ്ങളിലും ഇത് ജനപിന്തുണ നേടാനുള്ള ആയുധമായി മാറും. അമേരിക്കയുടെ നയങ്ങളെപ്പറ്റി പറയുമ്പോൾ എല്ലായ്പ്പോഴും ഒരു കാര്യമാണ് വ്യക്തമായി തെളിഞ്ഞു വരുന്നത്. അവർ എപ്പോഴും ഇസ്രായേലിനോടൊപ്പമാണ് എന്ന കാര്യമാണ്. മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ഇടപെടലുകൾ കൂടുതലായും ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്നത് തന്നെയാണ്. എവിടെയായാലും ഇറാനെ ഒറ്റപ്പെടുത്താനും തളർത്താനും സാധിക്കുന്ന അവസരങ്ങൾ അമേരിക്ക എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവശേഷി അവർ സ്ഥിരമായി ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള ഭീഷണി എന്ന് ചിത്രീകരിച്ചുകൊണ്ടേയിരുന്നു. 2015 ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിൽ ഒപ്പുവെച്ച ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇറാന് പുതിയൊരു തുടക്കം നൽകുമെന്ന പ്രതീക്ഷയുണ്ടാക്കി. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അന്താരാഷ്ട്ര പരിശോധനകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. മറുപടി നടപടിയായി അമേരിക്കയും യൂറോപ്യൻ ശക്തികളും ചേർന്ന് ഇറാനെതിരെ കഠിനമായ
കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ശമിപ്പിക്കുകയായിരുന്നു. എന്നാൽ കരാറിന്റെ ആത്മാവ് ദീർഘകാലം നിലനിന്നില്ല. 2018 അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം കരാറിൽ നിന്ന് പിന്മാറി. അതിനുശേഷം ഇറാന്റെ വിശ്വാസം തകർന്നുപോയി. കരാറിന്റെ സ്ഥിരതയും നഷ്ടപ്പെട്ടു. ഇറാൻ കരാറിലെ ബാധ്യതകൾ പാലിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ല എന്നതാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് 2025 ഓഗസ്റ്റിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് കരാറിൽ ഉൾപ്പെടുത്തിയിരുന്ന സ്നാപ്പ് ബാക്ക് സംവിധാനം വീണ്ടും സജീവമാക്കിയത്. ഇതുവഴി JCPOA പ്രകാരം മരവിച്ചിരുന്ന UN ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇറാന്റെ വാദമനുസരിച്ച് ഇത് യഥാർത്ഥത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന്റെയും ഇസ്രായേലിന്റെ ആവശ്യങ്ങളുടെയും ഫലമാണ് എന്നാണ്. കരാറിൽ നിന്ന് പിന്മാറിയത് പാശ്ചാത്യരാണ്. എന്നാൽ കുറ്റം ചുമത്തപ്പെടുന്നത് ഇറാനെതിരെയാണെന്ന അവസ്ഥ ഇറാനെ കൂടുതൽ പ്രകോപിതനാക്കി. ഈ നീക്കത്തിന് നിരവധി രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ട്. ഇറാൻ അന്താരാഷ്ട്ര വേദിയിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന നയമാണിതൊക്കെ. യൂറോപ്പിലെ പ്രധാന രാഷ്ട്രങ്ങൾ പോലും അമേരിക്കയുടെ നിലപാടിനൊപ്പം നിന്നപ്പോൾ ഇറാന്റെ അന്താരാഷ്ട്ര അംഗീകാരം തകർന്നു തുടങ്ങി. എന്നാൽ ഇതിന്റെ മറുവശത്ത് ഇറാന്റെ റഷ്യയും ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ഉറപ്പുവരുന്നതാണ്. പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് വിരുദ്ധമായി ഇറാൻ അവരുടെ കൂട്ടുകെട്ടിലേക്ക് നീങ്ങും. ഇത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയത്തെ കൂടുതൽ ധ്രുവീകരിക്കുകയും പുതിയൊരു ശീതയുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. പ്രാദേശിക തലത്തിൽ ഇതിന്റെ പ്രഭാവം വളരെ വലുതാണ്. ഇറാനെതിരായ ഉപരോധങ്ങൾ കടുപ്പിച്ചാൽ ഇറാൻ ഗൾഫ് മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങളെ ആയുധമാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലെ നടക്കുന്ന എണ്ണക്കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള സാധ്യതകൾ ലോക വിപണികളെ ബാധിക്കും. എണ്ണവിലയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുകയും യൂറോപ്പും ഏഷ്യയും അതിന്റെ ആഘാതം നേരിടുകയും ചെയ്തേക്കാം. ഇറാന്റെ നിലപാട് രാഷ്ട്രീയമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അവർ ഇനി ഇരട്ടത്താപ്പ് സഹിക്കില്ല എന്നും സമാധാന കരാറുകൾ പോലും പാശ്ചാത്യ രാഷ്ട്രങ്ങൾ സ്വന്തം താൽപര്യത്തിനനുസരിച്ച് മാത്രമാണ് വിലമതിക്കുന്നതെന്നും ഇറാൻ തുറന്നു പറയുകയാണ്. ഇതിലൂടെ ഇറാന്റെ ഒറ്റയാൾ പോരാട്ടം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ വീണ്ടും മാറ്റിമറിക്കും. അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിനോട് വെല്ലുവിളി ഉയർത്തി ഇറാൻ മുന്നോട്ടു പോകുമ്പോൾ പ്രദേശത്തെ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകാനും സമാധാന ശ്രമങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാകാനുമുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. റഷ്യ ഇറാനൊപ്പം ഉറച്ചു നിൽക്കുന്നത് അമേരിക്കൻ വിദേശ നയത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇതിനെക്കുറിച്ചുകൂടി ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യം വർഷങ്ങളായി മധ്യപൂർവേഷ്യയിൽ ഇറാനെ ഒറ്റപ്പെടുത്തുകയും അതിന്റെ സ്വാധീനം ചുരുക്കുകയും ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ റഷ്യ ഇറാന്റെ പിന്നാലെ നിൽക്കുമ്പോൾ ഈ പദ്ധതികൾക്ക് വലിയൊരു തിരിച്ചടിയാണ് അമേരിക്ക നേരിടുന്നത്. അമേരിക്ക പലപ്പോഴും ഇറാനെ ഒറ്റപ്പെട്ട രാഷ്ട്രം എന്ന രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ റഷ്യ പോലൊരു പ്രധാന ആഗോള ശക്തിയുടെ പിന്തുണ ലഭിക്കുമ്പോൾ ഇറാന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വളരുകയും അതിന്റെ നിലപാടുകൾക്ക് കൂടുതൽ ഭാരം ലഭിക്കുകയും ചെയ്തു. മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യം ഇതോടെ മാറി മറിയുകയാണ്. അമേരിക്കയും യൂറോപ്പും ചേർന്ന് ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും റഷ്യ ഇറാനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും പിന്തുണയ്ക്കുമ്പോൾ ആ ഉപരോധങ്ങളുടെ പ്രാബല്യം കുറഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ ഇറാൻ റഷ്യ ബന്ധം അമേരിക്കയുടെ നിയന്ത്രണ ശ്രമങ്ങളെ പ്രതിസന്ധിയിലേക്കാക്കുന്നുണ്ട്. എണ്ണയും പ്രകൃതിവാതകവും ലോക വിപണിയിലെ പ്രധാന ഘടകങ്ങളാണ്. അവയിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണം അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് മറുപടി നൽകുന്ന ശക്തിയായി മാറും. സൈനിക രാഷ്ട്രീയ തലങ്ങളിലും ഈ കൂട്ടുകെട്ട് അമേരിക്കയെ ബാധിക്കുന്നുണ്ട്. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ റഷ്യയും ഇറാനും ഒരുമിച്ച് നിന്നപ്പോൾ അമേരിക്കയുടെ പദ്ധതികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഭാവിയിലും ഇറാനെതിരായ സൈനിക സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചാൽ റഷ്യ അതിനെതിരെ ഇറാനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത ഒഴിവാക്കാനാകില്ല. ഇത് അമേരിക്കയ്ക്ക് നേരിട്ട് സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. കൂടാതെ ഇറാനെതിരെ അമേരിക്ക അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് റഷ്യ സ്ഥിരമായി പ്രതിരോധവും നൽകുന്നു. ഇതുവഴി UN പോലുള്ള സ്ഥാപനങ്ങളിൽ അമേരിക്കയുടെ ഏകപക്ഷീയ തീരുമാനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. റഷ്യയുടെ പിന്തുണ ഇറാനെ ആത്മവിശ്വാസത്തോടെ കൂടുതൽ കടുത്ത നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇറാൻ ഇനി പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന രാജ്യമല്ല, മറിച്ച് റഷ്യ പോലുള്ള ശക്തിയുടെ കൂട്ടുപിടിച്ച് സ്വന്തം നിലപാടുകൾ ഉറച്ചുപിടിക്കുന്ന രാഷ്ട്രമെന്ന സന്ദേശം ലോകത്തിന് നൽകുകയാണ്. ഇത് അമേരിക്കയുടെ നയതന്ത്ര സാധ്യതകളെ ഗൗരവകരമായി ബാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ റഷ്യ ഇറാനൊപ്പം നിൽക്കുന്നത് അമേരിക്കയുടെ മധ്യപൂർവേഷ്യൻ തന്ത്രങ്ങളെ ഇല്ലാതാക്കുകയാണ്. ഉപരോധങ്ങളുടെ കാര്യക്ഷമത കാര്യമായി കുറഞ്ഞു. പ്രാദേശിക സഖ്യങ്ങൾ മാറിത്തുടങ്ങി. ഇറാന്റെ സ്വാധീനം കൂടുതൽ വ്യാപിച്ചു. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമായിരുന്ന ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന പദ്ധതി തന്നെ ഇതോടെ ചോദ്യചിഹ്നത്തിലാവുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് മധ്യപൂർവേഷ്യ ഇപ്പോൾ കടന്നുപോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.